ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ അവശേഷിക്കെ യന്ത്രവൽകൃത യാനങ്ങളുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപടികൾ കൊല്ലത്ത് പൂർത്തിയായി. യാനങ്ങളുടെ നിലവിലെ സ്ഥിതി പരിശോധിച്ച് വിവരങ്ങൾ പുതുക്കണമെന്ന കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. യാനങ്ങളുടെ നിലവിലെ സ്ഥിതി പരിശോധിച്ച് വിവരങ്ങൾ പുതുക്കണമെന്ന കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. ട്രോളിംഗ് ബോട്ടുകൾ കെട്ടിയിരിക്കുന്ന കടവുകളിലെത്തി ഫിഷറീസ് ഉദ്യോഗസ്ഥർ ബോട്ടുകളിൽ പരിശോധന നടത്തി. 60 ടീമുകളിലായി 140ഓളം ഉദ്യോഗസ്ഥർ കാവനാട് മുതൽ അഴീക്കൽ വരെ 45ഓളം കടവുകളിലെ 1000ഓളം യാനങ്ങൾ പരിശോധിച്ചു. നിലവിൽ സൈറ്റിൽ 1050ഓളം വെസലുകളുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തി 920 വെസലുകൾ വരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള നമുക്കിനി പിന്നെ മൊത്തത്തിൽ ഒരു റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ജില്ലകളിൽ നിന്നുള്ള എത്രത്തോളം നമ്പർ ഉണ്ട് എന്നറിയണം. നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മൾ റിയൽ ക്രാഫ്റ്റിലുള്ള വെസലുകൾ എത്ര എണ്ണം ഫ്ലീറ്റിലുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് വെരിഫിക്കേഷൻ നടത്തുന്നത്. പിന്നെ കളർ കോഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഈ പരിശോധന ഡേയിൽ കൂടി. രജിസ്ട്രേഷൻ, ലൈസൻസ് വിവരങ്ങൾ, യാനങ്ങളുടെ നിലവിലെ സ്ഥിതി, കളർ കോഡിംഗ് എന്നിവയാണ് പരിശോധിക്കുന്നത്. വിവരങ്ങൾ ഡിജിറ്റലായി റിയൽ ക്രാഫ്റ്റ് സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. മാനദണ്ഡങ്ങൾ പാലിക്കുന്ന യാനങ്ങളിൽ ഉദ്യോഗസ്ഥർ സ്റ്റിക്കർ പതിച്ചു.